നടൻ അമിത് ചക്കാലക്കലിന്റെ 8 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. 3 കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. 5 വാഹനങ്ങൾ ഗ്യാരേജിലാണ്. ഇവയുടെ രേഖകൾ വീണ്ടും പരിശോധിക്കും. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ വാഹനങ്ങൾ എങ്ങോട്ടേക്കാണ് മാറ്റിയത്? ഇനി എന്താകും കസ്റ്റംസിന്റെ തുടർ നടപടി? അനീഷ, അതായത് അമിത് ചക്കാലക്കലിന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തതായിരുന്നു തുടക്കത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭിച്ചത്. ഒപ്പം തന്നെ അമിത് ചക്കാലക്കലും പറഞ്ഞത് 2 വാഹനങ്ങൾ, ഒന്ന് തന്റേതും ഒന്ന് സുഹൃത്തിന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. രണ്ടും രേഖകൾ ഹാജരാക്കുന്ന പക്ഷം കസ്റ്റംസ് വിട്ടു നൽകുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ കസ്റ്റംസിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 8 വാഹനങ്ങളാണ് അമിത് ചക്കാലക്കലിന്റെ പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ 3 വാഹനങ്ങൾ, 2 വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സുഹൃത്തിന്റെ ലെക്സസും അമിത് ചക്കാലക്കലിന്റെ ലാൻഡ് ക്രൂയിസറും ഒപ്പം തന്നെ ഗാരേജിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രാഡോയും നിലവിൽ കൊച്ചിയുടെ കസ്റ്റംസ് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ 5 വാഹനങ്ങൾ അത് നിലവിൽ ഗ്യാരേജിൽ തന്നെയാണ് ഉള്ളതെന്നാണ് കസ്റ്റംസ് പറയുന്നത്. അത് തീർച്ചയായും നാളെയോ മറ്റന്നാളോ തന്നെ കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവരും. ഏതായാലും നേരത്തെ നടൻ പറഞ്ഞിരുന്നത് തന്റെ വാഹനങ്ങളിൽ സംശയമൊന്നുമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുമായി ബോധ്യപ്പെട്ടതാണ് താൻ ഇത്തരത്തിൽ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി രേഖകൾ നൽകുന്നതോടെ വാഹനങ്ങൾ വിട്ടു നൽകുമെന്നായിരുന്നു. ഈ സമൻസ് ലഭിച്ചതിനെ തുടർന്ന് നിലവിൽ നടൻ അമിത് ചക്കാലക്കൽ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായിട്ടുമുണ്ട്. വിശദമായി തന്നെ നടന്റെ മൊഴിയെടുക്കും. താൻ ഗോവ സ്വദേശിയിൽ നിന്നും 5 വർഷം മുൻപ് വാങ്ങിയതാണ് തന്റെ ലാൻഡ് ക്രൂയിസർ എന്നാണ് പറഞ്ഞത്. റഷ്യൻ എംബസിയുടെ വാഹനമായിരുന്നു. 99 മോഡൽ രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് പക്ഷേ ഇതിന്റെ രേഖകളെല്ലാം തന്നെ തന്റെ കയ്യിലുണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത്ര പെട്ടെന്ന് അമിത് ചക്കാലക്കലിന് വാഹനങ്ങൾ തിരികെ ലഭിക്കുമെന്നല്ല നിലവിൽ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്.